ഇടുക്കിയുടെ മലയോര മേഖലയിൽ കോളേജ് വിദ്യാർത്ഥികൾ ബൈക്കിൽ മരണപ്പാച്ചിൽ നടത്തുന്നത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്ന എയർപോർട്ട്. മുരിക്കാശ്ശേരി 16 കണ്ട മേഖലകളിൽ ജനങ്ങൾ ഒന്നടങ്കം പരാതി നൽകിയിട്ടും വിദ്യാർത്ഥികളുടെ മരണപ്പാച്ചിൽ നിയന്ത്രിക്കാൻ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമായി. മുരിക്കാശ്ശേരി 16 കണ്ടം ഭാഗങ്ങളിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന ബൈക്ക് അഭ്യാസം ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ്. മുരിക്കാശ്ശേരി മാർസ്ലീവ കോളേജിലെ വിദ്യാർത്ഥികളാണ് മേഖലയെ ഭീതിയിലാഴ്ത്തും വിധം ബൈക്കിൽ സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 16 കണ്ടം ടൗണിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടിരുന്നു. അമിതവേഗത്തിലെത്തിയ ബൈക്ക് മുരിക്കാശ്ശേരിയിൽ നിന്ന് ചെറുതോണിയിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു. 2 വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ആഡംബര ബൈക്കുകളുമായി കോളേജ് വിദ്യാർത്ഥികൾ അമിതവേഗത്തിൽ സഞ്ചരിക്കുന്നത് കോളേജ് അധികൃതരുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അവർ പറഞ്ഞു ഞങ്ങളുടെ പിള്ളേർ നേരത്തെ കോളേജിൽ എത്തുന്നതുകൊണ്ട് 2 ലക്ഷം രൂപ ബൈക്ക് ഓടിച്ചു കൊടുത്തേക്കുന്നത് ഞങ്ങൾ കാരണന്മാരായിട്ട് പറഞ്ഞു മാർലിയുടെ പിള്ളേരായിട്ടും. കോളേജ് വിദ്യാർത്ഥികളുടെ നിയമലംഘനത്തിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഹെൽമറ്റും ലൈസൻസും ഇല്ലാതെയാണ് കുട്ടികളുടെ മരണപ്പാച്ചിലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഹെൽമറ്റ് വെക്കാതെ പോകുന്നത് പോലീസുകാർക്ക് ഇവിടെ വന്ന് ഈ ഓട്ടോക്കാരെയൊക്കെ ചുമ്മാ പിടിക്കുന്നതല്ലാതെ ബൈക്ക് 3 പേര് വെച്ച് പോകുന്നു. സ്കൂൾ വിടുന്ന സമയത്ത് യാത്രക്കാർക്ക് പോലും ഇതിൽ പോകാൻ പറ്റില്ല. ഓവർ സ്പീഡിലാണ് അവർ മരണപ്പാച്ചിലാണ് നടക്കുന്നത്. കാര്യം ഇടയ്ക്ക് പോലീസുകാരൊക്കെ വരുന്നുണ്ട്, മിക്കവാറും അവരിതൊന്നും അന്വേഷിക്കാറ് പോലും ഇല്ല. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ ബൈക്ക് അഭ്യാസം നിയന്ത്രിക്കാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. മാർസ്ലീവ കോളേജ് വിദ്യാർത്ഥികളാണ് പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. സൽജി ടി തോപ്പിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.